ശ്രീ നിർമ്മൽ എബ്രഹാം, ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതാണ്ട് 99% വസ്തുക്കളുടെയും തീരുവ ഇളവ് ഉറപ്പാക്കുകയാണ് ഈ കരാർ വഴി. അതേപോലെ തന്നെ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന 90 ഇനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ കൂടി ഈ കരാറിന്റെ ഭാഗമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് ആശങ്കയുണ്ടാവുക, ഇങ്ങോട്ടേക്ക് ഇറക്കുമതിക്കുള്ള തീരുവ കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ കർഷകരെ, ഇവിടുത്തെ വ്യാപാര മേഖലകളിൽ ഇടപെടുന്നവരെ അത് എങ്ങനെ ബാധിക്കും എന്നതാണ്. അതിൽ പീയൂഷ് ഗോയൽ നൽകുന്ന ഉറപ്പ് 44% വരുന്ന കർഷകരെയാകും ഈ കരാർ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക എന്നതാണ്. കാരണം ആ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ തീരുവ കുറയുന്നത് വലിയ രീതിയിലുള്ള കയറ്റുമതിക്ക് ഇട നൽകും. മാത്രവുമല്ല, ഇവിടുത്തെ കർഷകരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യ ഇളവ് നൽകിയിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയാണ്. എത്രമാത്രം യാഥാർത്ഥ്യമാണത്? ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. പക്ഷെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ UK-യെക്കാളും ഇത് ബെനിഫിറ്റ് ചെയ്യുന്ന ഇന്ത്യ തന്നെയാണ് എന്ന് പറയാം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു വലിയ ഇമ്പാക്ട് ഇപ്പൊ ഈ ആളുകൾ പറയുന്ന പോലെ, അല്ലെ ഇവൻ ഗവൺമെന്റ് പറയുന്ന പോലെ ഒരു ഭയങ്കരമായ ഇമ്പാക്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോങ്ങർ പിക്ചറിൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ എയിം ചെയ്യേണ്ടത് UK-യുമായിട്ടുള്ളൊരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് അല്ല, ഇന്ത്യ എയിം ചെയ്യേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അത് എനിക്കൊന്ന് 10 വർഷത്തിലേറെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 2021 കോവിഡിന് ശേഷം റെസ്യൂം ചെയ്തെങ്കിൽ ഇതുവരെ അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അത് ചോദിച്ച സ്പെസിഫിക് ചോദ്യത്തിന് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തുണിത്തരങ്ങളായിക്കോട്ടെ, ഫുട്വെയർ ആയിക്കോട്ടെ, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ടാരിഫ് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗുഡ്സ് UK ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഡിമാൻഡ് വർദ്ധിക്കും. അങ്ങനെ ഡിമാൻഡ് വർദ്ധിച്ചാൽ സപ്ലൈ കൂട്ടേണ്ടി വരും. സപ്ലൈ കൂട്ടാനായിട്ട് മാനുഫാക്ചറിങ് കൂട്ടേണ്ടി വരും. മാനുഫാക്ചറിങ് കൂട്ടാനായിട്ട് കൂടുതൽ ആളുകളെ എംപ്ലോയ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ മാനുഫാക്ചേഴ്സിന് എടുത്ത് സോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള അഗ്രികൾച്ചറലിസ്റ്റുകളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ള സംശയമില്ല. പക്ഷെ ഒരു വലിയ പിക്ചറാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ട്രേഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? USA ഉണ്ട്, ചൈനയുണ്ട്, UAE ഉണ്ട്, സൗദി ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അതിലൊക്കെ വെച്ച് നമ്മൾ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ UK-യുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് 2% താഴെയാണ് മൊത്തം പ്രൊപ്പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. സോ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇമ്പാക്ട് എത്രമാത്രം, പറയത്തക്ക രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. രണ്ടാമത്തെ, പക്ഷേ ഇന്ത്യക്ക് ഗുണമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രംപുമായിട്ട് ഇപ്പോഴും ഡിസ്കഷൻ നടക്കാനിരിക്കെ ചൈന പോലുള്ള എനിമി അടുത്ത് നിൽക്കുക. ഇപ്പൊ നമുക്കൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2 വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന്റെ ഇഷ്യൂ ഉണ്ട്. ഒന്ന് US-ഉം 2 ചൈനയും. US അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. ചൈന എന്ന് പറയുന്നത് അൺട്രസ്റ്റബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല, അല്ലെ അൺട്രസ്റ്റ് വർത്തിയാന്ന് വേണം പറയാം. സോ അങ്ങനെയുള്ള 2 കൂട്ടർക്കിടെ നമ്മളിങ്ങനെ ഭയന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ ട്രേഡിൽ ഞെരുക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ UK-യിലോട്ട് ആ പ്രോഡക്ട്സ് കയറ്റി അയക്കാം എന്നൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. കാരണം വെച്ചാൽ അവിടെ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യാതെ US-ലോട്ട് അയക്കുന്ന ഗുഡ്സ് ഒക്കെ വേണമെങ്കിൽ തിരിച്ച് UK-യിലോട്ട് വിടാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ ഒരു റിസ്ക്, US-ഉം ചൈനയുമായിട്ടുള്ള റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് ഇത് യൂസ്ഫുൾ ആകും. പക്ഷെ ലോങ്ങർ പിക്ചറിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് ഇന്ത്യ എയിം ചെയ്യേണ്ടത്. കാരണം അവിടെ ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും പോലുള്ള വലിയ രാജ്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഡീല് കൈക്കലാക്കാൻ പറ്റിയ വലിയൊരു മാർക്കറ്റാണ് കിട്ടുക. ഇനി ഇന്ത്യക്കുള്ളൊരു ഗുണം, ഏത് ട്രേഡ് ഡീൽ, ഇനിയിപ്പം മുന്നോട്ട് ട്രേഡ് ഡീലുകളുടെ കാലമാണ്, അതിന് കൊളുത്തിവിട്ടത് ട്രംപ് ആണെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ഡീലുകൾ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പൊ ഇന്ത്യക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കിയാൽ, ഇപ്പൊ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഏത് ഗെയിം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്യക്കാർക്ക് വേണ്ടത് ഇന്ത്യയാണ്, അല്ലെ അവർ അനുകൂലിക്കുന്ന ഇന്ത്യയാണ്. ഏത് കോണ്ടന്റ് ക്രിയേറ്റർ, യൂട്യൂബേഴ്സ് പോലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കോണ്ടന്റ് ഉണ്ടാക്കുന്നു. മ്യൂസിക് ആർട്ടിസ്റ്റുകൾ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കുന്നു. സിനിമ ഫീൽഡിലുള്ളവർ പോലും ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ നോക്കുന്നു. അതിനൊക്കെ കാരണം നമ്മുടെ ഓഡിയൻസ് ആണ്. നമുക്ക് ഏകദേശം 145 കോടിയോളം വരുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും വലിയൊരു മാർക്കറ്റാണ്. ആ ഒരു അഡ്വാൻറ്റേജ്, ആ ഒരു ഇൻഹെറന്റ് അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നെഗോഷിയേഷനിൽ നമുക്കത് ഗുണകരമാണ്. ഇപ്പൊ നടന്നത് ഞാൻ പറഞ്ഞ വലിയ രീതിയിൽ അല്ലെങ്കിലും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നു. നെഗോഷിയേഷൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല US-ഉമായിട്ടുള്ള ട്രേഡ് അഗ്രിമെന്റ്. അങ്ങനെ നിൽക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ആശ്വാസമാണ് UK-യുമായിട്ടുള്ള ട്രേഡ് അഗ്രിമെന്റ്. പക്ഷെ ഇതല്ല നമ്മുടെ അൾട്ടിമേറ്റ് എയിം. നമ്മൾ എത്രയും പെട്ടെന്ന് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് ഡീൽ ക്ലോസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പക്ഷേ കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയൻ മറ്റ് സ്ഥലങ്ങൾ പോലുള്ള കുറെ കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് അവർ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, ഒന്ന് എൻവയോൺമെന്റൽ ആയിട്ടുള്ള നോംസ് ഇന്ത്യ പാലിക്കണമെന്ന് പറയുന്നു. ഇന്ത്യക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവിടുത്തെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്കറിയാം. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന കേസിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അല്ലെങ്കിൽ ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിലോട്ട് ഇന്ത്യ പരാജയപ്പെട്ട് കുറച്ച് പുറകെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ഡീലിൽ എത്താൻ സാധിക്കാതെ
നമുക്ക് നിൽക്കുന്ന ചില ഘടകങ്ങളൊക്കെ അതൊക്കെ ഓവർകം ചെയ്ത് ഹോപ്പ്ഫുള്ളി അടുത്ത വർഷത്തേക്ക് നമുക്ക് യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് ഡീല് വന്നു കഴിഞ്ഞാൽ പീയൂഷ് ഗോയൽ പറയുന്ന പോലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണാം. ഇതിനെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണേണ്ടതില്ല, ചെറിയൊരു ആശ്വാസമായിട്ട് കാണാം. ശരി, ആശ്വാസം എന്നതാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്നത് സൂചിപ്പിക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എം ഷിനാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എം ഷിനാസ്, ഇത് ഈ ട്രേഡ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഗുഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രേഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു എഗ്രിമെന്റ് അല്ല. കമ്മിറ്റ്മെന്റ് ഓൺ സർവീസസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ഉണ്ട്, ലേബർ മൊബിലിറ്റി ഉണ്ട്, പബ്ലിക് പ്രൊക്യൂർമെന്റ് ഉണ്ട്, കോപ്പറേഷൻ ഓൺ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലെ ഒരുമിച്ച് പോകാനുള്ള ഒരു തീരുമാനം കൂടിയാണ് ഇത് ഈ കരാറിന്റെ ഭാഗമായി ഉടലെടുക്കുന്നത്. മാത്രവുമല്ല, ഇന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു യോജിച്ച പോരാട്ടത്തിനും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ധാരണയുണ്ടായിട്ടുണ്ട്. ഉഭയകക്ഷി ബന്ധം വലിയ രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള ധാരണ, അങ്ങനെ ഒക്കെയുള്ള കരാറിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ട്രേഡ് കരാർ ഒരു യാഥാർത്ഥ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെസ്റ്റേൺ എക്കണോമിയുമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡീൽ ഇന്ത്യ സാധ്യമാക്കുന്നു എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണണമോ? ശ്രീ നിർമ്മൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ട്രംപിന്റെ അൺപ്രഡിക്റ്റബിൾ ആണ് ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവം. അദ്ദേഹം ട്രേഡിനെയാണ് ആയുധമാക്കുന്നത്. ചൈനയുടെ അസർട്ടീവ്നെസ്, ഇതിന് രണ്ടിനും ഇടയിൽ പെടുമ്പോൾ ഇന്ത്യക്ക് ഒരു വലിയ ചരിത്രപ്രധാനമായ ഒരു ഡീൽ എന്ന് പറഞ്ഞുകൂടെങ്കിലും ഇന്ത്യക്ക് ആശ്വാസമാണ്. അതേസമയം തന്നെ ബ്രിട്ടന്റെ കാര്യം നമ്മൾ നോക്കണം. ബ്രിട്ടൻ ഈ സ്റ്റാമറിന്റെ കീഴിലുള്ള ഇപ്പോഴത്തെ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നേറ്റിംഗ് ഇക്കോണമിയാണ്. അതിനെ എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിട്ടൻ ഭരിക്കുന്ന UK ഭരിക്കുന്ന ഏത് പ്രധാനമന്ത്രിയുടെയും ലക്ഷ്യം. ഇപ്പൊ ബോറിസ് ജോൺസൺ ആവട്ടെ, സ്റ്റാമർ ആവട്ടെ, അപ്പോൾ വളരെ സ്റ്റാഗ്നേറ്റിംഗ് ആണ്. ഇപ്പം ഞാൻ ഓർക്കുന്നത് 1997 ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്ത് രാജ്ഞി ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് അത് ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദർശനമായി മാറേണ്ടതായിരുന്നു. പക്ഷെ അന്ന് എന്ത് സംഭവിച്ചു? അന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന റോബിൻ കുക്ക് കാശ്മീർ പ്രശ്നം, ഇന്ത്യ പാക് ബന്ധം ഒക്കെ എടുത്തിട്ട് പ്രശ്നം കലുഷിതമാക്കി, ഇന്ത്യയെ ചൊടിപ്പിച്ചു, അരോചകമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. ആ സമയത്താണ് ഐക്യ ഗുജറാളിനെ ബ്രിട്ടനെ തേർഡ് റേറ്റ് പവർ എന്ന് പരിഹസിച്ച് നിന്ദിച്ച് പറയേണ്ടി വന്നത്. 1997 മുതൽ 2010 വരെ ബ്രിട്ടൻ ഭരിച്ച ലേബർ ഗവൺമെന്റിന്റെ കാലത്തൊന്നും ഈ ഇത്തരത്തിലുള്ള ഇന്ത്യ ബ്രിട്ടൻ വ്യാപാര ബന്ധത്തിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ള തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അന്ന് തേർഡ് റേറ്റ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് 90-കളുടെ മധ്യത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും റഷ്യയുടെയും GDP കൂട്ടിച്ചേർത്ത്